പുതിയ കാലത്തെ ജെൻസി കുട്ടികളുടെ ഒരു പ്രതികരണം ഓൺലൈൻ മാധ്യമം കൊടുത്ത് കാണുകയാണ്. നിങ്ങൾ കൂടി കാണണം. കാര്യം കേരളത്തിൽ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പിണറായി സർക്കാരിനെ കുറിച്ചും കഴിഞ്ഞ 10 വർഷത്തെ ഭരണ മികവിന് അല്ലെങ്കിൽ ഭരണ നേട്ടത്തെക്കുറിച്ചൊക്കെ ജനം മറന്നുപോയി, ജനം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുന്നിടത്ത് അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നിടത്ത് വസ്തുതകൾ മനസ്സിലാക്കുന്ന യുവത്വങ്ങളുണ്ട്. അവരുടെ ജീവിതത്തിൽ ഒരു 10 വർഷം അനുഭവങ്ങളുടെ വർഷമാണല്ലോ. അതിനു മുന്നോടിയായിട്ട് ഒരു സർക്കാർ ഉണ്ടായിരുന്നു. അന്ന് എന്തായിരുന്നു കേരളത്തിന്റെ അവസ്ഥയെന്നും ഇപ്പോൾ അവരുടെ ജീവിതത്തിലൂടെ കടന്നുപോയ ആ 10 വർഷത്തിൽ കേരളം കണ്ട മാറ്റം എന്താണെന്നും രാജ്യത്ത് ഭരിക്കുന്ന ഒരു ഭരണാധികാരിയും കേരളത്തിൽ ഭരിക്കുന്ന ഒരു ഭരണാധികാരിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അവരുടെ അടുത്ത് ചോദിച്ചാൽ അവർ പറയുന്ന ആ പ്രതികരണം, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് പോലും ഇന്നത്തെ കാലഘട്ടത്തിലെ സാമൂഹ്യ ബോധം എന്താണെന്ന് തെളിയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരുന്ന തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് LDF 3.0 അത് അപ്രസക്തമാക്കാൻ വേണ്ടി കേരളത്തിലെ സകലമാന വിഷപ്പാമ്പുകൾ ഒന്നിച്ച് രാപ്പകലില്ലാതെ പണിയെടുക്കുമ്പോഴും നിങ്ങൾ വിചാരിക്കുന്നിടത്തല്ല കാര്യങ്ങൾ എന്നതിന്റെ തെളിവാണ് ഈ കേൾക്കുന്ന പ്രതികരണം. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തേക്ക് വരികയാണ്. അദ്ദേഹത്തെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയാൽ നിങ്ങൾ എന്തായിരിക്കും ചോദിക്കുക? എന്ത് ചോദിക്കാന്ന് ചോദിക്കുമ്പോഴത്തേക്കും എന്ത് ചോദിക്കും കുറച്ചുകൂടെ നല്ല രീതിയിൽ ഇന്ത്യ ഭരിക്കായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നത്. കുറച്ചുകൂടി നല്ല രീതിയിൽ ഇപ്പൊ ഭരിക്കുന്ന മോശം എന്നാണ് പറയുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ വളരെ മോശമായിട്ട് ഉള്ള രീതിയിലാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്തു പറയാൻ വേണ്ടി ആൾക്കാരെ സാധാരണ നമ്മൾ ഒന്നിച്ച് നിർത്തുക, ഒരു യൂണിറ്റിയിൽ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏറ്റവും. കാസ്റ്റിൻ്റെയൊക്കെ പേരിൽ നല്ല ഡിസ്ക്രിമിനേഷനൊക്കെ വരുത്തുന്നുണ്ട് മെയിനായിട്ട്. അതെല്ലാവരും മനുഷ്യരായിട്ട് കണ്ടുകൂടെ? ഇങ്ങനെ ഒരു വേർതിരിവിൻ്റെ കാര്യമുണ്ടോ? വേർതിരിവാണ് അദ്ദേഹം കാണിക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ വേർതിരിവാണ് കാണിക്കുന്നത്. സെയിം ഒപ്പീനിയൻ ആണോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ പിണറായി വിജയൻ സാറിനെ നിങ്ങൾക്ക് നേരിട്ട് കാണാൻ ഒരു അവസരം കിട്ടി. സാറിനോട് നിങ്ങൾ എന്താ പറയാ, എന്താ ചോദിക്കുക? ഞാനിപ്പോൾ എനിക്കാണെങ്കിൽ പിണറായി വിജയൻ സാറിൻ്റെ അടുത്ത് ഒരു ഹ്യൂജ് റെസ്പെക്റ്റ് ഉണ്ട്. കാരണം പുള്ളിയുടെ ആ ഒരു ടൈം പീരീഡ് ആണെങ്കിൽ ഒത്തിരി പ്രശ്നങ്ങൾ പുള്ളി ഫേസ് ചെയ്ത് അതിനെ ഹാൻഡിൽ ചെയ്ത് ഇപ്പം നമ്മുടെ കേരളം തന്നെ അത്യാവശ്യം എന്താ പറയാൻ വേണ്ടി എല്ലാത്തിൻ്റെ മുന്നിൽ ഭയങ്കര ഫേമസ് ആയിട്ടുണ്ട്. കേരളത്തിന് അതിൻ്റെതായ വിലയുണ്ട്. അതൊക്കെ പുള്ളി വന്നതിന് ശേഷമാണ് അങ്ങനെ ഒരു ഇത് ഉണ്ടാക്കിയതെന്നാണ് വിശ്വസിക്കുന്നത്. എടാ, ഞാൻ തന്നെ ഓവർടേക്കുകയും പറയുന്നില്ല, പക്ഷേ നരേന്ദ്രമോദിജി വന്നതിന് ശേഷമല്ലേ കേരളം ഇന്ത്യ നമ്പർ 1 എത്തിയത്? ഒരിക്കലും ഇല്ല. ഞാൻ അതിന് കേരളത്തെക്കുറിച്ചുള്ള അഭിപ്രായവും രാജ്യത്തുള്ള ഭരണാധികാരിയെക്കുറിച്ചുള്ള അഭിപ്രായമാണ് നിങ്ങൾ കേട്ടത്.